മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഉണ്ട്. തുടക്കമൊക്കെ ഭയങ്കര ഇൻ്റർനാഷണൽ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പരിപാടി കളറാവും. പക്ഷേ അല്ല, കളറല്ല. ഹേ ഗായ്സ്, വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം പേട്രിയറ്റ് ആണ്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം എന്നുള്ള പ്രത്യേകത കൊണ്ട് മാത്രം ഞാൻ കാണാനായിട്ട് ഡിസൈഡ് ചെയ്തൊരു സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലറും ടീസറും എല്ലാം, അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സും എല്ലാം ഇമ്പ്രസീവ് അല്ലാതെ വളരെ ഒരു ബിലോ ആവറേജ് ലെവലിലാണ് ആ ഒരു പോസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ അനൗൺസ്മെൻറ്റ്സും വന്നിട്ടുള്ളത്. എക്സെപ്റ്റ് ഫോർ ഇന്നലത്തെ ആ ഒരു വീഡിയോ കോൾ. ഇന്നലെ അവരെ 3 പേരും, കുഞ്ചാക്കോ ബോബനും നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് നടത്തിയ വീഡിയോ കോളൊക്കെ വൈബായിരുന്നു. പിന്നെ അവരുടെ ഇൻ്റർവ്യൂസ് വൈബായിരുന്നു. എല്ലാം ഓക്കെയാണ്. പക്ഷേ സിനിമ പൊന്നു മക്കളെ, ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് തുടങ്ങി ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു പടം. സെക്കൻഡ് ഹാഫ് ആവുന്നതോടെ പല ക്യാരക്ടേഴ്സിൻ്റെ എൻട്രിയും പരിപാടികളും ഒക്കെ ആയിട്ട് സിനിമ നല്ല ഹൈ പൊയ്ക്കൊണ്ടിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു കാൽഭാഗം കഴിയുമ്പോൾ മുതൽ സിനിമയുടെ മീറ്റർ ഡ്രോപ്പ് ആവാൻ തുടങ്ങും. ഡ്രോപ്പായി അവസാനം സിനിമ തീരാൻ നേരത്ത് എന്താ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ കൊണ്ട് അവസാനിപ്പിച്ച് ഒരു കൊള്ളാമാക്കി കളഞ്ഞു. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ അവരൊരു പ്രോപ്പറായിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് പോലും എഴുതിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു രീതി ബിഹേവ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വേറൊരു രീതി ബിഹേവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വളരെ ഒരു മാർഷ്യൽ ആർട്സ് എക്സ്പേർട്ടായിട്ടാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ പിന്നീട് അങ്ങോട്ട് ഇടയിൽ വെച്ചിട്ട് ആ ഒരു എക്സ്പേർട്ട് അല്ലാതെ പോലെ കാണിക്കുന്നു. മൊത്തത്തിൽ ഇവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെയാണ് ഈ ഒരു സിനിമ മൊത്തം എനിക്ക് ഫീൽ ചെയ്തത്. തുടക്കമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ പോയി ഒരു ഹോളിവുഡ് ലെവൽ പരിപാടിയിലോട്ട് പോയി. അതായത് നമ്മുടെ ഈ ഒരു മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കിങ്സ്മാൻ സീക്രട്ട് സർവീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോലെ ഒരു മൊബൈലിൻ്റെ റിലേറ്റഡ് കുറച്ച് പരിപാടികൾ, മൊബൈൽ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ, അത്തരത്തിൽ കുറച്ച് പരിപാടികൾ കാണിച്ചുകൊണ്ട് പോകുന്ന സിനിമ കുറച്ച് സമയം കഴിയുന്നതോടുകൂടി ഇത് വേറൊരു സാധനത്തിലേക്ക് പോകും. പേഴ്സണൽ റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആളുകളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതും ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പോകുന്നൊരു സിനിമയായി തീരും ഈ സിനിമ. ഈ സിനിമയിലെ വേറൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ മ്യൂസിക് നല്ല രീതിയിൽ ചെയ്തെടുത്തിരുന്നെങ്കിൽ എലവേഷൻ ടോപ്പ് നോച്ച് എത്തുമായിരുന്നൊരു സിനിമയാണ്. പക്ഷേ മ്യൂസിക് വളരെ ബിലോ ആവറേജ് മ്യൂസിക്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇതിനകത്ത് ആദ്യം കുറച്ച് മെട്രോസൊക്കെ മാറി കയറിയിട്ട് ഒരു ഫോൺ കടയിൽ പോയിട്ട് ഫോൺ സെറ്റാക്കുന്നൊരു പരിപാടിയുണ്ട്. ആ പോകുന്ന ആ രംഗത്തിൽ പോലും മ്യൂസിക് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സർക്കസിലൊക്കെ ഉള്ള പോലത്തെ മ്യൂസിക്, ആ ലെവൽ ലോ ലെവൽ BGM ആണ്. സത്യം പറയാമല്ലോ, വളരെ വിഷമമുണ്ട്. ആ ഒരു BGM ഒക്കെ കുറച്ചുകൂടെ നല്ല ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് വന്നേനെ എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇതിനകത്ത് ഇൻ്റർവെല്ലിൽ ഒരു പോർഷനുണ്ട്, ഭയങ്കര ഹൈ ആണ്. ഇൻ്റർവെല്ല് ഭയങ്കര ഹൈ തന്ന് നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പാരലലി വേറൊരു തിയേറ്ററിൽ കാണുന്നുണ്ട്. അവനെ വിളിച്ച് പറഞ്ഞടാ ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് തൂക്കിക്കോളും. പക്ഷേ സെക്കൻഡ് ഹാഫ് തൂക്കിയില്ല. നമ്മളെ തൂക്കുന്നതിന് പകരം വേറൊരു വാക്കുണ്ട്, അങ്ങനെ ആ അവസ്ഥയിലാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രസമായിട്ട് എന്തൊക്കെയോ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതെല്ലാം കൂടെ പഠിക്കൽ കലമിട്ടുടക്കുക എന്ന് പറഞ്ഞ പോലെ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് ഇട്ടുടച്ചു. മഹേഷ് നാരായണൻ എന്താണ് വിചാരിച്ചത് ഈ ഒരു കഥയിലൂടെ? മോഹൻലാലിനെ എന്തിനു വിളിച്ച് കളിയാക്കിയതാണോ ഈ ഒരു റോൾ കൊടുത്തിട്ട്? ഭയങ്കര ഹൈ ആക്കി ഭയങ്കര രസമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പറഞ്ഞു പോയാൽ സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ മോഹൻലാൽ ഒരിക്കലും ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പാടില്ലായിരുന്നു. ആദ്യം തീരുമാനിച്ച പോലെ വല്ല ഏതെങ്കിലും ഹിന്ദിയിലൊക്കെ ഉള്ള നടന്മാരെ, ചെറിയ റോളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് ജാക്കി ഷ്രോഫൊക്കെ ആയിരുന്നേ കുഴപ്പമില്ല. ഇതെന്തോന്ന് കാണിച്ചത്? എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല, ആർക്കാണെങ്കിലും ഇതെന്തിനാണ് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ പ്ലേ ചെയ്ത് ഇങ്ങനെ കൊണ്ട് എൻഡ് ചെയ്തത്? എന്നിട്ട് ഒരു ലിഫ്റ്റിലൊക്കെ ഒരു സീനുണ്ട്, ഒരു പർട്ടിക്കുലർ രംഗം, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. ലിഫ്റ്റിൽ ഇങ്ങനെ കിടന്നിട്ട് ആ ലിഫ്റ്റ് വന്ന് തട്ടുന്നൊരു രംഗമൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമുക്കങ്ങ് എന്ത് കോമഡി പീസായിട്ടാണോ ഉദ്ദേശിച്ചത്? പിന്നെ സിനിമ തീരാൻ നേരത്തെ എൻ്റെ പൊന്നെ ഒരു പാട്ടും എല്ലാം കൂടി ഇട്ടിട്ട് എന്തൊക്കെയോ കാണിച്ച് എനിക്കറിയില്ല. അവസാനം ഞാൻ പാട്രിയറ്റ് ആണെന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളും. എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ? എന്തെല്ലാം കാര്യമായിട്ട് ചെയ്യാമായിരുന്നൊരു സിനിമയാണ്. എന്തൊക്കെ പരിപാടികൾ ചെയ്ത് മികച്ച രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ ഫലിപ്പിക്കാമായിരുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ ആ ഒരു കോർ പ്ലോട്ട് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈലിൻ്റെ അമിത ഉപയോഗങ്ങളെയും പിന്നെ മൊബൈൽ ആ ഒരു ക്യാമറയും നമ്മൾ പല പെർമിഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസ് അതെല്ലാം കാണിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. എല്ലാം ഓക്കെ, ആ ഒരു പ്ലോട്ട് ഓക്കെയാണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഡാനിയൽ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചപ്പടാച്ചിയായിട്ടുള്ളൊരു ഡ്രസ്സിങ്ങും പരിപാടിയൊക്കെയാണ്. പിന്നെ ആ ക്യാരക്ടർ ഒരു ഡ്രങ്കേർഡ് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് പോവാം. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ ക്യാരക്ടർ പിന്നീട് അങ്ങോട്ട്
എത്തപ്പെടുന്ന സിറ്റുവേഷൻസിൽ മിക്കതും ഫോഴ്സ്ഡ് ആണ്. ഉദാഹരണത്തിനൊരു റാൻഡമായിട്ട് കടലിൽ നമ്മളൊരു ആളെ കിട്ടുന്നു. ആ കടലിൽ ഒരാളെ കിട്ടി. ഇപ്പം നമ്മൾ അയാളെ ബോട്ടിൽ ഓക്കെ ശരി നമ്മൾ കണ്ടു പാവം രക്ഷിക്കാന്ന് വെച്ച് രക്ഷിക്കുന്നു. ഉടനെ അയാൾ വന്ന് ബോട്ടിൻ്റെ വയറും കിടുങ്ങാമണിയൊക്കെ പറിച്ചെടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ എന്തോ വലിയ ആരും ആണ് ശാസ്ത്രജ്ഞാണെന്ന് പറഞ്ഞിരിക്കും, ഒറ്റ അടി കൊടുക്കൂലേ. എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്? അയ്യോ എന്തോരം പ്രതീക്ഷകളുമായിട്ട് പോയതാണ് ഈ ഒരു സിനിമയ്ക്ക്. മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്നു എന്നുള്ള ഫാക്ടറിൽ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളിലെങ്കിലും കുറച്ച് എൻ്റർടൈനിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അതും ഭയങ്കര ഫോഴ്സ്ഡാണ്. കാറിനകത്ത് ഇവർ എല്ലാവരും കൂടി ഇരുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അതൊക്കെ എന്തൊരു ഡ്രമാറ്റിക്കാണ്. ചില ഡയലോഗ്സ് പറയിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ. പിന്നെ ഇതിനകത്ത് രോഗാവസ്ഥയൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിലൊരു പർട്ടിക്കുലർ നടൻ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ ആ നടൻ്റെ ആ അവസ്ഥയെ ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഓക്കെ ശരി, നല്ല കാര്യം, വിട്ടുകൊടുക്കണ്ട, ഇനി അഭിനയിച്ച് നന്നായിട്ട് വരട്ടെ. പക്ഷേ അതൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കുത്തിക്കയറ്റുമ്പോൾ എന്ത് വൃത്തികേടാ. ചില രംഗങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഇൻട്രോ, മമ്മൂട്ടിയുടെ സെക്കൻഡ് ഇൻട്രോ, പിന്നെ മമ്മൂട്ടിയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻ്റർവെൽ അടുപ്പിച്ചൊരു സംഭവമുണ്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ ഹൈ ആയിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ മനുഷ്യനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ പടം എന്ന് തോന്നുന്ന ഒരു ഫാക്ടറും ഈ സിനിമയ്ക്കകത്തില്ല. ഇവർ ഈ ഒരു പ്ലോട്ടിനെ നന്നായിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു നല്ല പടമായി വന്നേനെ. പിന്നെ ഫഹദ് ഫാസിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല ശബ്ദം, നല്ല ഉറക്കക്കീറി വിളിക്കുന്നുണ്ട് ഇതിനകത്ത് പല രംഗങ്ങളിലും. അവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ ട്രാൻസിലൊക്കെ ചെയ്ത പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു വൈബ് പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. ശരി ഓക്കെ, പക്ഷേ പുള്ളിക്ക് അയാൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാ നടന്മാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആരെയും കുറ്റം പറയാനില്ല. പക്ഷേ അവർക്ക് കൊടുത്തിരിക്കുന്ന റോളാണ് പ്രശ്നം. ഫഹദ് ഫാസിലിന് കൊടുത്തിരിക്കുന്ന റോൾ എന്താണ്? കുറേ പേരെ കൂട്ടിയെടുത്തുക, അവരെ വഴക്ക് പറയുക, ഇടയ്ക്കിടയ്ക്ക് കൂട്ടി നിർത്തുക, വഴക്ക് പറയുക, കൂട്ടി നിർത്തുക, വഴക്ക് പറയുക. ഇത് തന്നെയാണ് സിനിമ തുടങ്ങുമ്പോൾ മുതൽ. അച്ഛൻ്റെ കൂടെ വഴക്കുണ്ടാക്കുക. പിന്നെ ഇതിനകത്ത് അച്ഛൻ പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നടൻ, അതായത് ഫഹദ് ഫാസിലിൻ്റെ അച്ഛൻ, അതായത് ഇതിനകത്തൊരു മന്ത്രി, എന്തോ JPSO UPSO എന്തോ പറയുന്നൊരു മനുഷ്യൻ, ഒരു മന്ത്രി, ആ റോള് ചെയ്തിരിക്കുന്ന ആളും എന്തോന്നായി കാണിക്കുന്നത്. ഇതിനൊക്കെ ഈ മോഹൻലാലിനെ പോലൊരു വലിയ നടനെ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ശരിക്കും കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമേ ഇല്ല. അദ്ദേഹം കൊടുത്ത പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. മോഹൻലാലിനെ പോലെ നടനെ അത്രയും പൈസ മുടക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് ഈ സൈഡിലുള്ള ആൾക്കാരെ, അതായത് മോഹൻലാൽ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വളരെ ഒരു സൈഡ് ക്യാരക്ടറാണ്, അത് പോട്ടെ, ക്യാമിയോ, എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്തൊക്കെയോ പറഞ്ഞ് കൊണ്ടുവന്നു, നല്ലൊരു വേഷമായിട്ടൊരു റോളും കൊടുത്ത് വിട്ടിട്ടുണ്ട്, പോട്ടെ. പക്ഷേ ഇതിനകത്ത് ഈ മന്ത്രിയുടെ റോൾ ഇതിനകത്തൊരു പ്രധാന റോളാണ്. അതിലൊരു നല്ല ആളെ കാസ്റ്റ് ചെയ്യണ്ടേ? ഇത് ഏതോ ആ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്ന പോലൊരു നടൻ. പുള്ളിയാണെങ്കിൽ നല്ല കിട്ടിയ അവസരത്തിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000-ൻ്റെ അഭിനയം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരുപാട് ഡ്രോബാക്സ്. പറയാനാണെങ്കിൽ കുറ്റം മാത്രമേ ഉള്ളൂ, നല്ലത് പറയാനാണെങ്കിൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഇതെൻ്റെ തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇതെൻ്റെ റിവ്യൂ ആണ്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ഒന്നും വേണ്ട. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് മാനസികമായിട്ട് തോന്നിയ ബുദ്ധിമുട്ടും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ ഉള്ള രീതിയിലുള്ള ഗസ്റ്റ് റോളാണെങ്കിൽ ഇപ്പം ബബബയിൽ പോലും ഇതിൽ നിന്നും ഭേദമെന്ന് ഞാൻ പറയും. ബബബയിൽ മോഹൻലാലിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആ റോളിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതിൽ പാളിപ്പോയത്. ഇതിനകത്തും അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ റോളിനും കുഴപ്പമില്ല, പക്ഷേ അതിനെക്കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം, അതിനെക്കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ കൊണ്ട് അത് പാളിപ്പോയി. ഈ ഒരു സിനിമ പാളിപ്പോയി. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ വന്നിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്തൊക്കെയോ കാണിച്ച് ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താ ഇവരുദ്ദേശിച്ചത്. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഈ സിനിമ കൊണ്ട് അവസാനിപ്പിച്ചു. അവസാനത്തെ കുറച്ച് ഡയലോഗും ഒക്കെ കൂടെ എനിക്ക് ഡ്രമാറ്റിക്കാക്കി കളഞ്ഞു. നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് അടിച്ച് പൊക്കോ, ഡിസ്ലൈക്ക് ചെയ്തോ. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊരു മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഉണ്ട്. തുടക്കമൊക്കെ ഭയങ്കര ഇൻ്റർനാഷണലൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പരിപാടി കളറാവും. പക്ഷേ കളറല്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം മാത്രമാണിത്. നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വിഷമമാണ്, പോവുകയാണ്. ബൈ, മറ്റൊരു വീഡിയോ കാണാം.